കോയമ്പത്തൂരിലുള്ള കോയമ്പത്തൂരിൽ കുട്രാളം ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളോട്ട് പോവാന് ഇതില് ബൈക്ക് അലോഡല്ല. ഇവിടെ നിന്ന് ഓരോ ബസ്സിൽ കുറച്ചും കൂടി ബൈക്ക് പോകുന്ന പറഞ്ഞ് അത് കഴിഞ്ഞാല് അവരെ ബസ്സിൽ ഞങ്ങൾക്ക് പോകണം. അപ്പൊ ഇവിടെ കുളിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആണ്. ഞായറാഴ്ച അതിനെ കൊണ്ടായിരിക്കാം ഞാനിപ്പോ നിൽക്കുന്നത് സമയം ഒരു 11 മണിന്റെ സമയമാണ് രാവിലെ. അപ്പൊ ടിക്കറ്റിന് ഒരാൾക്ക് 60 രൂപക്കാണ് ചാർജ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതിന്റെ എൻട്രൻസ് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. അടിപൊളി സ്ഥലം കേട്ടോ. ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാൻ ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് പോവാം. ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വണ്ടികളും ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. അതുപോലെ കുട്രാളം ഫാൾസിന്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നത്. അടിപൊളി ഫാൾസ് ഉണ്ടത്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ അത്യാവശ്യം ആളുണ്ട്, ലൈൻ ഉണ്ട്. ഒക്കെ തമിഴന്മാർ കേട്ടോ. നമ്മുടെ മലയാളികൾ വളരെ കുറവാണ്. അപ്പം നോക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒരു ബോർഡ് കൊടുക്കുന്നുണ്ട്. അഡൽട്ട് 60 റുപ്യാണ്. പിന്നെ ചിൽഡ്രൻ 5 to 12 years 25. 2 വീലർ 20 റുപ്യാണ്. 4 വീലർ 50 രൂപ. ഹെവി വെഹിക്കിൾ 100. ക്യാമറ 30 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം ക്യാഷ് ഓൺലി മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ ഒന്നും അക്സെപ്റ്റ് ചെയ്യൂല. എങ്ങനെയുണ്ട് കുട്രാളം ഫാൾസ്? അங்கே പോയിരുന്നാ? പോകാൻ പോണേ. മുന്നാടി പോയിരുന്നാ? ഇല്ല, ഫസ്റ്റ് ടൈം. അപ്പം ടിക്കറ്റ് കൗണ്ടർ ആണ്. ഒരു ടിക്കറ്റ് ഒരു 2 വീലർ എത്ര സാർ? 60 റുപ്പീസാ ടിക്കറ്റ്. எங்க பஸ் போவா உள்ள இருக்கு. அங்க வண்டி எத்தனை டைம் அங்க போனோம்? 2 വീലർ ഇങ്ങനെ പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഉള്ളിൽ. ഓക്കെ, താങ്ക് യു. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യുന്ന സൗകര്യം ഉള്ളിലുണ്ടെന്നാ പറയുന്നത്. അപ്പം ടിക്കറ്റ് ഇതാണ് ചാർജ്. യെസ്, 80 രൂപ. അപ്പം ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകണം. എന്നാല് അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അവിടെ പാർക്കിങ്ങില് വണ്ടി ഉണ്ടാവും. വണ്ടിയിൽ കയറി പോവാം. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങനെ കുട്രാളം വാട്ടർഫാൾസിന്റെ ഉള്ളിലേക്ക് കയറാന് ഒരു ഏകദേശം ഒരു 300 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാം. ബൈക്കിന് 20 രൂപ ചാർജ് ചെയ്യുന്ന പാർക്കിംഗ് ചാർജ്. അതുപോലെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്ന 60 രൂപയാണ്. ഇവിടെ ബസ്സിലാണ് കുട്രാളം ഫാൾസിലേക്ക് പോകുന്നത്. ബൈക്കും വണ്ടികളൊന്നും അലോഡല്ല. അപ്പം ഇവിടെ ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സൗകര്യം ഉള്ളത്. പാർക്ക് ചെയ്യുന്ന സൗകര്യം ഇവിടെ ഉള്ളത്. ഒരുപാട് ബൈക്കുകൾ ഉണ്ട് കേട്ടോ. സൗഖ്യമാ? ഇങ്ങ നിറയെ ആള് ഇരിക്കുന്നു. ഡെയിലി ഇങ്ങ ആള് ഇരിക്കും? എല്ലാ ടൈമിലും ആള്? ആ, ലീവാണെങ്കിൽ കൂടുതൽ വരും അല്ലേ? നിങ്ങൾക്ക് ലീവ് എന്ന്? തിങ്കള്. ആ, ഓക്കെ ഓക്കെ. തിങ്കള് നാളെ. ഓക്കെ. അപ്പൊ എല്ലാമാ തിങ്കള് ലീവ് അവിടെ? മൊത്തം ലീവ്. തിങ്കളാഴ്ച ലീവാണ് കേട്ടോ. ഇത് എന്താ കുരങ്ങം കൊണ്ടുപോവാ? എടുക്കണോ? അപ്പം വണ്ടിമേല് ഹെൽമെറ്റ് ലോക്ക് പണ്ട്. ആ, അപ്പം വണ്ടിമേല് സാധനം ഒന്നും വെക്കണ്ട. കുരങ്ങന്മാര് എടുത്തു കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പം ഞാൻ ആ ജാക്കറ്റ് ഇപ്പൊ എടുക്കേണ്ടി വരും. ഹെൽമെറ്റ് ലോക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടിയൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ശിരുവാണി ഫോറസ്റ്റ് ഏരിയ നമ്മളെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ശിരുവാണി ഉണ്ട്, അട്ടപ്പാടിയുള്ള. അതിന്റെ വേറൊരു സൈഡാണ്. കേരള സൈഡ് കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാട് സൈഡിലാ. ഈ വണ്ടിന്റെ മേലെ ഒന്നും വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ട്. എല്ലാം കൊണ്ടുപോകും. കുരങ്ങന്മാർ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. അപ്പം ആരെങ്കിലും വരുമ്പോ ശ്രദ്ധിക്കുക. അങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. വെള്ളത്തിന്റെ കുപ്പി വരെ പോകുന്ന പറഞ്ഞു. ഞാൻ പിന്നെ വെള്ളത്തിന്റെ കുപ്പി ഇങ്ങോട്ട് എടുത്തില്ല. കുടിക്കണം, അത് കുടിച്ചോട്ടെ. അത് കുടിക്കാനല്ല, ചിലപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോ ഇവിടെ ബസ് കയറാൻ നല്ല നീണ്ട ക്യൂ ആണ് കേട്ടോ. ബസ് ഈ ലൈന് കണ്ടില്ലേ? സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകാണ്ട് ബസ്സിന്. കാട്ടിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പം ചില സമയങ്ങളിൽ മൃഗങ്ങളെ കാണാമെന്നാ പറയുന്നത്. ഇപ്പം ആള് കൂടുതലുള്ള സമയത്തൊന്നും ഇറങ്ങൂല. ചിലപ്പം രാത്രിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു ആനൊക്കെ ഇറങ്ങലേ. അപ്പൊ ഞാൻ ബസ് കയറാൻ പോവാൻ കേട്ടോ.
ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം. കോവി കുട്രാളം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടില്ല, ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് അറ്റ്ലീസ്റ്റ് ഈസ് 20 years ago, the second best time is now. ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഉണ്ട്. ഇതാണ് ബസ് കയറാനുള്ള ലൈൻ കേട്ടോ. ബസ് വരുന്നുണ്ട്. അപ്പൊ അത്രയും ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ. എങ്ങടെ പോണേ? ബസ് വരുന്നുണ്ട്. അങ്ങെ പോ. ആ പശു ഇങ്ങോട്ട് വരാൻ കളിക്കാണ്, എന്താ തിന്നാൻ വേണ്ടി കിട്ടാൻ വേണ്ടി കളിക്കാണ്. അപ്പൊ അത് തിന്നാൻ കൊടുത്തു. ഗോ ആഫ്റ്റർ ചെക്കിംഗ് ആണ് കേട്ടോ. ചെക്കിംഗ് അവിടെ ടിക്കറ്റ് പരിശോധന ആണ്. ബാഗ് ചെക്കിംഗാ? ചെക്കിംഗ് പോയിന്റാ? ബാഗ് ചെക്കിംഗാ? ചെക്കിംഗ് പോയിന്റ് ആഫ്റ്റർ ചെക്കിംഗ്. ബസ് ആ പാപ്പ. അവൻ പോയി വന്ന ആൾക്കാരാണ് ഇവര്, തിരിച്ചു വരാണ്. അപ്പൊ ഈ ലൈന് ബസ് കയറാനുള്ള ലൈനല്ല കേട്ടോ, ഇത് ചെക്കിങ്ങിന്റെ ലൈനാണ്. ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോലീസുകാര് ഇങ്ങോട്ട് കയറ്റണം, ഫോറസ്റ്റുകാര്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബസ്സിന്റെ കേട്ടോ. അപ്പൊ നീണ്ട ലൈനാ. നമുക്കൊരു പുതിയ ഫ്രണ്ട് ഇருக்கு. ഇതാ ഉങ്ക പേര് രിത്മി. എങ്ക ഊര്? തിരുപ്പൂര്. തിരുപ്പൂരിൽ നിന്നാട്ടോ ഒരു ഫാമിലി ഒന്നായിട്ട് വന്ന് ചെക്കിംഗ് പോയിന്റിന്റെ ഏകദേശം അടുത്തെത്തിക്കിന്. അപ്പൊ നോക്കാം എന്താണ് ഇവിടുത്തെ ചെക്കിംഗ് എന്നുള്ളത്. ടിക്കറ്റ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഏകദേശം ചെക്കിങ്ങിന്റെ സ്ഥലത്തെത്തി. ടിക്കറ്റ് ആണോ ചെക്ക് ചെയ്യുന്നത്? ടിക്കറ്റ് ചെക്കിങ്. വേറെ പ്രശ്നം ശരീരം പരിശോധിക്കുന്നുണ്ട്. സ്കാൻ പண்றாங்க. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടില് എങ്കിൽ എന്തൊന്നും കിടയാതെ. അപ്പൊ അങ്ങനത്തെ ചെറിയതാ. ഹായ് കുഞ്ഞുവാവ. ഹലോ ബേബി. ഹായ്. കൊരങ്ങന്മാര് നല്ല ശല്യം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബസ് കയറാനുള്ള ലൈന് കണ്ടില്ല? അത് ഇന്ന് ഞായറാഴ്ച ആണ്, രാവിലെ 11 മണിയായിട്ടുള്ളൂ കേട്ടോ. ഹലോ ബേബി. ഹായ്. ഹായ് സൊല്ലു. എങ്ക വരുന്നു? തിരുപ്പൂരാ? എങ്ക പേരെന്ത്? പേരില്ലേ? അനീത്ര. உங்க பேரு ஒண்ணுக்குமே பேர் சொல்லு. ரிக்ஸின். உங்க பேரு? அன்சிகா. தன்சிகா. உங்க பேரு? சாய். ഇங்கே ആദ്യമാ വരുക കുട്രാളം? ഫസ്റ്റ് ടൈം. ഓക്കെ. ബസ്സിനുള്ള തിരക്കാട്ടോ. അപ്പം ഇനി ബസ്സിൽ കയറിയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ട്രീ ടോപ്പ് AC വരുന്നുണ്ട്, മരത്തിന്റെ മേലെ വരുന്നത്. അതാണ്ട് റൗണ്ട് ടൈപ്പ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് 2000 റുപ്യ വരുന്നത്. പീരീഡ് സ്റ്റേ 12 noon to 11 AM. 2 suite available in each type. 2 person per suite will be permitted. Extra person 200. അപ്പം അങ്ങനെ താമസിക്കണമെങ്കിൽ മുൻകൂർ ബുക്ക് ചെയ്താലായിരിക്കാം. അപ്പൊ ഒരു താമസം നോക്കണം. ഒരാൾ വരുന്നോക്ക്. എന്തോ കേറി ചാമ്പാനുള്ള പരിപാടിയാണല്ലോ. അത്യാവശ്യം നല്ല റഷാണ്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ബൈക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പം ബൈക്കൊക്കെ പോകുന്നത് എന്താണെന്നുണ്ട്, ഇവിടുത്തെ ട്രൈബലറാണ്, ഈ ആദിവാസികളാണ് കേട്ടോ. അവർക്ക് ബൈക്ക് പോവാ. അല്ലാത്ത ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവരെ ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. എത്രയും ലൈൻ ഉണ്ട് കേട്ടോ. ആള് കയറാനുള്ള കുരങ്ങന്മാരെ വല്ലാത്ത ശല്യം അവിടെ. എന്തൊരു സാധനം കിട്ടിയ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. വളരെ ശ്രദ്ധിക്കാതാകും. തൊപ്പി വേറെ അയച്ചുകൊണ്ടിരിക്കുന്നു ഒരാളെ. അതായത് ഒരാളെ ഒരു കവറ് ഉണ്ടായിരുന്നു, ഒരു ഡോക്യുമെന്ററി ആയിട്ടുള്ളത്. അത് കുറെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ആ കുരങ്ങിട്ടെടുത്ത് ഓരോ പീസായിട്ട്. യൂട്യൂബർ എന്ന് പറയുന്നത് ഇത്രയും ലൈൻ ഉണ്ട്. ഞാൻ കുറെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. യൂട്യൂബർ വീഡിയോ എടുക്കുന്ന ലെവലില്. ഇവിടെ കാട്ടിൽ വളരുന്ന കാളകളാട്ടത്. ഇത് വല്ലാത്ത ശല്യം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആൾക്കാരെ കുത്താനൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ? എപ്പോഴും ഒരു സ്ത്രീ ഇവിടെ ഇങ്ങനെ ബഡിയായിട്ട് നിൽക്കുന്നുണ്ട്, അടിച്ചു പഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കാട്ടിലേക്ക് അത് പോട്ടോ. ഇതാണ് ഇതിന്റെ അവസ്ഥ. കുരങ്ങന്മാരെ പറയണ്ട, ഭയങ്കര ശല്യം. ഞാൻ ആഗ്രഹമുള്ള 5 ആള് വരാൻ പറഞ്ഞു. ഞാനിപ്പോ കേറുന്നുണ്ട്. സോറി. അങ്ങനെ ബസ്സിൽ കയറി. സോറി, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത്
നിൽക്കാണ്. എനിക്ക് അടുക്കൂടെ ഈ കാടാണ് കേട്ടോ. കാട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ കാഴ്ചകൾ കണ്ടില്ലേ. ലൈന് അവിടെ കറക്റ്റ് ആയിട്ട് ലൈന് നിൽക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഈ ബസ് കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ മെല്ലെ വീഡിയോ എടുക്കുന്നുള്ളവർ ഇങ്ങനെ തട്ടി 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 മെല്ലെ വന്നതാ. അങ്ങനെ സംഭവം ലൊക്കേഷനിൽ എത്തിക്കിന്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ കേട്ടോ. അപ്പം ഇവിടെ ഒരു ബോർഡ്, ഇൻസ്ട്രക്ഷൻ ബോർഡ് ഉണ്ട്. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ ആണ്. ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്. പിന്നെ 900 മീറ്റർ ഉണ്ട്. ഏകദേശം 1 കിലോമീറ്ററിന്റെ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വന്ന ബസ് ഇതാ. ഇവിടെ കുറെ അങ്ങോട്ട് തിരിച്ചു കയറാനുള്ള ആൾക്കാരുണ്ട്. ബസ് തിരിച്ചു പോകാനുള്ള ആൾക്കാർ കുറവാണ്. അപ്പൊ അത്രയും വരാനുള്ള ആൾക്കാരുണ്ട്. നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഈ മാനുകളൊക്കെ ഉണ്ടാവുന്നതാണ്. അനിമൽ ഓഫ് തമിഴ്നാട് നീലഗിരി താറ്. നീലഗിരി താറൊക്കെ ഇവിടെ കാണാമെന്ന് അറിയുന്നത്. ഞങ്ങൾ വന്ന വഴിയത് കേട്ടോ. അപാര പ്ലേസ് ഉണ്ടത്. എന്ത് ഭംഗിയാരെ കാണാന്. അപ്പൊ നമുക്കൊന്ന് നടന്നു നോക്കാം. ഒരു ഹായ് സോൺ. വന്ന് പോയപ്പോ ഗെത്തുണ്ട്. സൊല്ലിക്കോ ബൈ. അപ്പൊ ഇതാണ് നമ്മൾ തേടി നടക്കുന്ന സാധനം. 900 മീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. 900 ഏകദേശം 1 കിലോമീറ്റർ തന്നെ. അമ്മ എങ്കിൽ ഇതിൽ കയറിയിട്ടെ. അപ്പം ഇതാണ് കാട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാട്, കറുത്ത കാട്. അങ്ങനെ കുട്രാളം ഫാൾസിന്റെ ഏകദേശം അല്ല, സ്റ്റാർട്ടിങ് ഇതിലെത്തിയിട്ടുണ്ട്. 900 മീറ്ററും കൂടി ഉണ്ട്. അപ്പം ഇതാണ് ചെക്കിംഗ് പോയിന്റ്. കഴിഞ്ഞ അവിടെ നിന്നും ബസ് വന്ന് ഇറങ്ങി. ഞാനിപ്പോ മുന്നോട്ട് നടക്കാണ്. അപ്പം കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം. 900 മീറ്റർ എന്തായാലും സംഭവം വെറൈറ്റി ആണ് കേട്ടോ. ഈ ഫോൾസ് നമ്മുടെ കേരളത്തിൽ കാണുന്ന ടൈപ്പ് അല്ലത്. സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഏരിയകൾ ഉണ്ട് കേട്ടോ. ആ പാറകളൊക്കെ എന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഹാരണ്ടാവും. എന്തായാലും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരു തൂക്കുപാലുണ്ട്. അത് കയറാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കാണ്. ഇത് ആര് കയറാനുള്ളല്ല കേട്ടോ. ഇത് വേറെ എന്താ മനസ്സിലാവില്ല എന്തിനുള്ള. ആ എൻഡ് വരെ പോകുന്നുണ്ട്. ആ എൻഡ് വരെ വരുന്നുണ്ടായി. അപ്പൊ ഞങ്ങൾ കേറാനുള്ള വഴി ഇതല്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കമ്പിവേലി കെട്ടിയ സാധനം. 2 മലയാളികൾ വരുന്നുണ്ട്. ഇതൊക്കെ ഏത് മലയാളികളാ? ഇവിടെ ഉള്ള നിങ്ങളൊക്കെ. ഇവിടെ നല്ല ഒരു വേര് കഴിഞ്ഞ മരം ഉണ്ട് കേട്ടോ. നല്ല ഹരായിട്ടുണ്ട്. ഇതിന്റെ അത്ഭുതം എന്താ അറിയോ? പാറന്റെ മുകളിലാണ് ഈ മരം നിൽക്കുന്നത് കേട്ടോ. പാറന്റെ മേലെ വേരുണ്ടായിട്ട് കണ്ടില്ലേ. എങ്ങനെ നിൽക്കണമെന്നൊന്നും മനസ്സിലാവില്ല. കുറെ ആൾക്കാർ റിട്ടേൺ പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഒരു 300 മീറ്ററും കൂടി ഉണ്ട് ഇനി നടക്കാൻ. അപ്പൊ ഇത് കേറ്. ഇപ്പൊ അവിടെ കയറാ. ഇത് വ്യൂ പോയിന്റ് അതൊക്കെ പിന്നെ അങ്ങോട്ട് ഞാൻ അങ്ങനെ പോവാണ്. ഇതാണുള്ള ആലപ്പുഴയുള്ള ആൾക്കാരാട്ടോ. എടാ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. പേരൊക്കെ പറഞ്ഞു കൊടുക്കേ. യൂട്യൂബിൽ സ്റ്റാർ ആയിക്കൂടെ നിങ്ങൾക്ക്? എന്താ പേര്? എന്റെ ശബരിനാഥ്. കോൺഗ്രസ് നേതാവാണല്ലോ ശബരിനാഥ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അടിപൊളി വ്യൂ. ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്തിനങ്ങോട്ട് വന്ന്? ഇത് ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ? ടവർ എങ്ങനെയുണ്ട് അഭിനന്ദ? വ്യൂ പോയിന്റ് ഇത് കേറിയില്ല നഷ്ടല്ലേ? ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പനോട് പറയും ഒരു ഫോട്ടോ എടുത്ത് തരാന്. അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഇതൊക്കെ ഈ നേരെ കാണുന്ന അട്ടപ്പാടി മലനിരകൾ കേട്ടോ. ഞാൻ ഏകദേശം ഈ മലകളൊക്കെ കയറി ഇറങ്ങിയ ആളാണ്. അങ്ങനെ ഏകദേശം ഞങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിന് സ്റ്റെപ്പ് ഇറങ്ങി നോക്കുക. ഇങ്ങനെ ഉണ്ട് നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ട് പോകാനുള്ള. മേലെന്ന് വെള്ളം വരുന്നു. മേലെന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. താഴോട്ട് ഇറങ്ങണം. ഇവിടെ ഒരു പാലുണ്ട്. ഇവിടെ ഒരു ചെറുങ്ങനെ ഒഴുക്കുണ്ട്. അവിടെ നിന്ന് വരുന്ന ഒഴുക്കാണ്. മേലെന്ന് ഒരുപാട് ആള് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ തിരിച്ചും പോകുന്നുണ്ട്. യൂട്യൂബറാ ഒരു ഹായ്. എങ്കേന്ന് വരുന്നേ? കോയമ്പത്തൂര്. എങ്ങനെ? അടിപൊളിയാ. ഓക്കെ ബൈ ബൈ. ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. എന്താണ് ചെറിയൊരു പാലം. ഇവിടെ കുറെ ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹായ് ബൈ ബൈ.
ഹലോ 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 ഹലോ. ഇത് കുടി തന്നെയാ, കുടിക്കാനുള്ള വെള്ളം ഉണ്ടോ? അത് സിരുവാണി വെള്ളം. ഹലോ കൊറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇറങ്ങാന്. ഒരുപാട് ആൾക്കാരും കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. അത്രയും കുറെ നടക്കാൻ കേട്ടോ. உள்ளார எடுத்துட்டு போனீங்கன்னா உங்களுக்கு மேல கூட்டுவாங்க, மேல கூட்டாம சைல போறீங்க. பாயில் உள்ளார எடுத்துட்டு வந்தாங்கன்னா ஒண்ணு வெளியே அனுப்பிடுங்க, இல்லைன்னா சைல போறீங்க. இங்க கம்ப்ளைண்ட் பண்ணிட்டு போறாங்க, பாத்துக்கோங்க. ഇവിടെ ഒരു സ്റ്റെപ്പായിട്ടുണ്ടോ സംഭവങ്ങളില് ഒരുപാട് ആൾക്കാരുണ്ട് കുളിക്കാന്. ഇല്ല വീഡിയോ എടുക്കണം, യൂട്യൂബറാ ഇത്. ഇങ്ങനെ വന്ന് യൂട്യൂബർ കുറഞ്ഞിന് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഇവിടാണ് സംഭവം ഉള്ളത്. അവിടെ താഴെ എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ. അത്രയും സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർഫാൾസ് വരുന്നത്. പാറന്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. ഇവിടെ അലോഡ് അല്ല കേട്ടോ അങ്ങോട്ട് ഇറങ്ങുന്നത്. ഇവിടെ താഴെ ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്. അപ്പൊ ഞാൻ സെക്യൂരിറ്റിനോട് സമ്മതം വാങ്ങിയിട്ട് അവര് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് ആണ് സെക്യൂരിറ്റി ഉള്ളത് കേട്ടോ. ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഈ സ്റ്റെപ്പാണ് ഇതിങ്ങനെ വരുന്നത്. ഈ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഒഴുകിയിട്ട് ഇത് നേരെ ഇങ്ങനെ ഒഴുകിയിട്ട് ഇത് കഴിഞ്ഞ് നേരെ പിന്നെ വരുന്ന സ്റ്റെപ്പായിട്ടാ. അതാ എന്റെ പേര് ലക്ഷ്മി, ഉന്റെ പേര് സുമതി നാഗമണി. ലക്ഷ്മി സുമതി നാഗമണി. അപ്പൊ இந்த കേരള പസങ്ങൾ എല്ലാരും ഇന്റെ ചേച്ചിമാർക്ക് എല്ലാരും ഒരു ഹായ് പண்றேன். ഒരു ഓക്കെ ബൈ. അപ്പൊ ചാനൽ കണ്ടിപ്പോ ഇവിടെ നിന്നാണ് ഞാൻ കേറി. ഈ ബാരിക്കേഡ് വെച്ചിട്ട് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വന്നത്. അവര് എനിക്ക് പെർമിഷൻ തന്നു. അപ്പം ഈ വഴിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ സ്റ്റെപ്പ് കുറെ ഇറങ്ങാണ്ട്. കുറെ ആൾക്കാർ ഇറങ്ങി, കുറെ ആൾക്കാർ ഇറങ്ങുന്നു. പിന്നെ കൊറേ ഇറങ്ങാനുണ്ട് സ്റ്റെപ്പ്. ഏകദേശം എത്താനായിരിക്കും കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ. ട്രാവൽ ചാനൽ 360 അங்கே യൂട്യൂബർ അங்கே വീഡിയോ എടുക്കട്ടെ. അங்கே പോയിട്ട് യൂട്യൂബറാണ്, അங்கே പോയിട്ട് വീഡിയോ എടുക്കണം. അപ്പൊ അവര് എനിക്ക് സമ്മതം തന്ന് അതില്. അപ്പൊ അവര് സമ്മതം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ടോപ്പിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. താങ്ക് യു. എന്റെ പേര് கார்த்தி. உங்க சினிமா ஸ்டார் கார்த்தி இருக்கு. நம்ம ஃபேன்ஸ். உங்க பேரு ஆனந்த். ஓகே ആനന്ദ് ഡയറക്ടർ ഇരിക്ക് ആനന്ദ്. ഓക്കെ താങ്ക് യു. അங்கே ചാനൽ പേര് ട്രാവൽ ചാനൽ 360 കണ്ടിപ്പോ. അപ്പം യൂട്യൂബർ എന്നുള്ളതിന്റെ ഒരു ഗുണം പല ഭാഗത്തും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ആർക്കും പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടൊക്കെ നല്ല മഴക്കാലത്തൊന്നും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല കേട്ടോ. ഫുള്ള് വെള്ളമായിരിക്കും എന്നാ പറയുന്നത്. ഇതിന്റെ ചാട്ടൊക്കെ അബ്ബാര കാഴ്ചയായിരിക്കും ഇവിടുത്തെ. ഈ സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇവിടുത്തെ സർക്കാർ ഇങ്ങനെ ചെയ്തതായിരിക്കും കേട്ടോ. അല്ല ഇങ്ങനെ തന്നെ ആണോ? ഈ കുയ്യൊക്കെ കണ്ടില്ല, ഇതൊക്കെ വെള്ളം നിറഞ്ഞെടുക്കുന്ന സമയത്ത് ആ കുയ്യിലൊക്കെ വീണെന്ന് ആലോചിച്ചെങ്കിൽ എനിക്ക് ഒരു പെർമിഷൻ തന്നതിനെ കൊണ്ട് കിട്ടിയതാണ് കേട്ടോ. ഇവിടെ മൊത്തം ഇതിന്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചുതരാം. സാധാരണ
ഒരു ടൂറിസ്റ്റുകൾക്ക് കിട്ടാത്ത ഒരു വ്യൂ പോയിന്റ് അത് കേട്ടോ. ഒരു സ്പെഷ്യൽ പരിഗണന കിട്ടിയിട്ട് എനിക്ക് ഈ ഭാഗത്ത് കയറാനുള്ള ഒരു ചാൻസ് അവർ തന്ന് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. ഹലോ ബേബി, ഹലോ. ഹലോ, ഹലോ. നമുക്ക് ആലോചിക്കാണ്. ഹലോ, ഹലോ ബേബി, ഹലോ ഇന്ത്യൻ പാട്. ട്രാവൽ ചാനൽ 360. വെള്ളം ഒഴുകുന്ന കണ്ടില്ലേ, എന്താ ഒഴുക്കി, എന്താ ഭംഗിയറി അവിടെ നോക്കാൻ. 60 കൊടുത്താലെന്താ, എനിക്ക് കുളിക്കാൻ കഴിയാത്തതിന് വലിയ സന്തോഷം ദുഃഖമുണ്ട് കേട്ടോ. ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയിലെടുക്കാം. ഇവിടുത്തെ ബാത്റൂം വളരെ മോശം കേട്ടോ. ആ ബാത്റൂം അത് അവിടെ കിടക്കുന്ന. ഇവിടെ ആകെയുള്ള ഒരു പ്രോബ്ലം ഇവിടുത്തെ ടോയ്ലറ്റ് വളരെ ദയനീയമായ ഒരു സംഭവമാണ്. ബാക്കിയൊക്കെ ഓക്കെ.
ഇതിന്റെ മേലെ കൂടെ കേറാൻ കേട്ടോ. പെട്ടെന്ന് അവിടെ എത്താം. ഗ്രിപ്പുള്ള ഷൂ വേണം. തലേവാ തലേവർ തല നോക്കി കൊടുക്കാൻ മതി. ഇതാണ് തമിഴന്മാരെ സ്നേഹം.